എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, അതിന്റെ അന്തസത്ത മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ വേറെ ആരാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക. വേറെ ആർക്ക് പറയാൻ കഴിയും? വേറെ ആർക്ക് പറയാൻ കഴിയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് എന്ന്? വളരെ സങ്കടത്തോടുകൂടി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചതല്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രഭാഷണത്തിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വന്ന ചില മെസ്സേജുകൾ, ആ മെസ്സേജുകൾ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചില കുറിപ്പുകളാണത്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹത്തായ ആദർശത്തിന്റെ പ്രബോധന മാർഗത്തിൽ ഒന്നിച്ചു നിന്ന ഒരു വിഭാഗം ആളുകളെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോയി പുതിയ സംഘടന രൂപീകരിച്ചവർ, ആ സംഘടനയുടെ ആശയമായ ആദർശമായി ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന പുതിയ വാദവുമായി രംഗത്ത് വന്നവർ, അവർ ഈ സമൂഹത്തെ എവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ആ കുറിപ്പുകൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ജാമിഅ നദിവിയയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഈ കുറിപ്പ് ആദ്യം എഴുതിയ മനുഷ്യൻ, ഈ കുറിപ്പ് ആദ്യമായി എഴുതിയ മനുഷ്യൻ, അഥവാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജിന്നിനോട് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് പറയുകയും ചെയ്തയാൾ യഥാർത്ഥത്തിൽ ശിർക്കിന്റെ വഴി തുറക്കുകയാണ് കേരളത്തിൽ ചെയ്തത്. ജസീറത്തുൽ അറബിലേക്ക് വിഗ്രഹവുമായി കടന്നു വന്ന അംർ ഇബ്നു ലുഹൈന്റെ പണിയാണ് ഈ എടുത്തു വെച്ചത് എന്നന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോഴും ചില പൈങ്കിളി പ്രാസംഗികർ ആ പ്രസംഗത്തിന്റെ ഭാഗമെടുത്ത് കേൾപ്പിച്ചുകൊണ്ട് എന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരബദ്ധമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരാക്ഷേപമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പുലരുന്ന തരത്തിലാണ് ഇന്ന് പല കുറിപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മോട് സംസാരിക്കുന്ന ഉനൈസ് പാപ്പിനിശ്ശേരി, അദ്ദേഹം ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അദ്ദേഹത്തിന്റെ ചോദ്യം, ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നു, കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്ന ഒരു മനുഷ്യൻ, അവിടെ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവരാരെങ്കിലും രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഇതിൽ രണ്ടാമത്തേത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ആ ചോദ്യത്തെ വിശദീകരിച്ചുകൊണ്ട്, ആ ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ട്, ആ ചോദ്യം വഴി കേന്ദ്രം എത്തിച്ചേർന്നത് വലിയൊരു അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുവാദം തലക്ക് പിടിച്ച നേതാക്കളും അനുയായികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താ തുടങ്ങുന്നത്? താഴേക്ക് വീഴുന്ന മനുഷ്യൻ റബ്ബിനോട് സഹായം തേടുന്ന അതേ വിശ്വാസത്തിലും അതേ മനോഗതിയിലുമാണ് പ്രസ്തുത ഉദാഹരണത്തിലെ രണ്ട് സൃഷ്ടികളോടും സഹായം തേടിയതെങ്കിൽ അത് രണ്ടും റബ്ബിൽ പങ്കുചേർക്കൽ തന്നെയാണ്. അങ്ങനെ വീഴുന്ന ഒരു മനുഷ്യൻ അള്ളാഹിനോട് തേടുന്നത് പോലെ അടിവരയിട്ട് മനസ്സിലാക്കണം, റബ്ബിനോട് സഹായം തേടുന്ന അതേ വിശ്വാസത്തിലും അതേ മനോഗതിയിലുമാണ് ഈ ജിന്നിനോട് തേടുന്നതെങ്കിലും ആ മനുഷ്യനോട് തേടുന്നതെങ്കിലും അത് ശിർക്കാണ്. സ്വാഭാവികമായും അങ്ങനെയാണോ? ഒരു മനുഷ്യൻ രക്ഷിക്കട്ടെ, താഴെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിക്കുന്നത് അള്ളാഹിനോട് തേടുന്ന അതേ മനോഗതിയിലാണോ? അള്ളാഹിനോട് തേടുന്ന അതേ വിശ്വാസത്തിലാണോ? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല. അതേപോലെ അവിടെ ജിന്നിനെ തേടുന്ന മനുഷ്യൻ, ഇവര് വാദിച്ച് കൊണ്ടുവരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ജിന്നിനോട് തേടുന്ന മനുഷ്യൻ അയാൾ വിളിക്കുന്നതും അള്ളാഹിനോട് തേടുന്നത് പോലെയല്ല.
കാരണം അള്ളാഹിനോട് തേടുമ്പോ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹ് ഖാലിഖാണ്, അള്ളാഹ് റാസിഖാണ്, അള്ളാഹ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ്, എവിടുന്ന് വിളിച്ചാലും അള്ളാഹ് കേൾക്കുന്നവനാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അങ്ങനെ ലോകത്തുള്ള എല്ലാ ജിന്നും കേൾക്കും, ലോകത്തുള്ള എല്ലാ ജിന്നും അറിയും, ലോകത്തുള്ള ജിന്നിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടത് ശിർക്കാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയുന്നു, ഇനി ഈ ഉദാഹരണത്തിൽ മനുഷ്യനോട് ചോദിച്ചത് മനുഷ്യർ തമ്മിൽ സഹായം ചോദിക്കുന്ന രീതിയിൽ ആണെങ്കിൽ, അഥവാ കേൾക്കുമെങ്കിൽ കഴിയുമെങ്കിൽ ആ ചോദ്യം ജിന്നിലേക്ക് പോയാൽ ശിർക്കാണെന്ന് വാദിക്കുന്നത് നിമിത്തം KNM-കാർ പച്ച കുഫറിലാണ് എത്തിയിരിക്കുന്നത്. ആ ജിന്നിനോട് ഒരാള് സഹായം തേടിയത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ പച്ച ശിർക്കിലാണ് എത്തിയത് അത്രേ KNM. കാരണം എന്താ? ഈ ജിന്ന് കേൾക്കുന്ന ജിന്നാണത്രേ. പിന്നെയോ ഈ വിളിക്കുന്നയാളുടെ മനസ്സിലുള്ള വിചാരം, അയാ ജിന്ന് കേൾക്കുമെങ്കിൽ അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കട്ടെ എന്നാണത്രേ. ആരാ ഇത് പറഞ്ഞത്? ആരാ ഇത് വിശദീകരിച്ചത്? ഇങ്ങനെയുള്ള ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് ആരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്? ഞാനത് വിശദീകരിക്കാം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. വീണ്ടും പറയുന്നത് കാണുക. കേവലം സൃഷ്ടികളോട് മാത്രം ചോദിക്കുന്ന വിശ്വാസത്തിലും മനോഗതിയിലും ഇടപെടുന്ന രീതിയിലാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന ഏറ്റവും അപകടകരമായ വാദമാണ് KNM അതുവഴി സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നതിലൂടെ എന്തു വന്നു? അള്ളാഹ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഈ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയായി. അള്ളാഹ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഈ മനുഷ്യൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയായി. അതുകൊണ്ട് പച്ച കുഫറാണ് KNM പറയുന്നത് എന്ന് തിരിച്ചങ്ങോട്ട് പറയുകയാണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് തൗഹീദ് മനസ്സിലായത്. ഈ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ വളരെ വിനയത്തോടുകൂടി വിസ്ഡം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു, ആകാശത്ത് നിന്ന് വീണവരെ പോലെ, പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയവരെ പോലെ തൗഹീദ് എന്തെന്നറിയാതെ നട്ടം തിരിയുകയും സോഷ്യൽ മീഡിയകളിൽ പച്ച ദുർവ്യാഖ്യാനങ്ങളുമായും ശിർക്കിന്റെ ന്യായീകരണങ്ങളുമായും കുഫറിന്റെ വാദങ്ങളുമായി കടന്നു വരികയും ചെയ്യുന്ന ഈ അനുയായികളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലുമില്ലേ എന്നാണ് വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നത്. ഈ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന വാദം അത് പച്ച കുഫറിലേക്ക് എത്തിക്കുന്നു എന്നിതിൽ പറയുന്നു. വീണ്ടും പറയുന്നു, ഇനി ഉദാഹരണത്തിന് പകരം എന്താണ് ഇവരുടെ നിലവാരം എന്നറിയാനാണ്. ഇനി ഉദാഹരണത്തിന് പകരം അതുപോലുള്ള മറ്റൊരെണ്ണം വെക്കുക. ഉനൈസിന്റെ വീട്ടിൽ ടോയ്ലറ്റിൽ മെയിൻ്റനൻസ് പണിയായതുകൊണ്ട് അന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കുവാൻ കഴിയില്ല. രാത്രി ഉനൈസിന് നല്ല വയറുവേദന. ഉനൈസ് ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് രാത്രി ഇരുട്ടിൽ കാര്യം സാധിക്കുവാൻ പോയിരിക്കുമ്പോൾ വെള്ളം കമിഴ്ന്നു പോയി. വേദന കാരണം ആദ്യം കാര്യം സാധിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു രംഗുണ്ടാക്കാൻ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? എന്തിനാ ഇതൊക്കെ വിശദീകരിക്കുന്നത്? ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വാദം സമർത്ഥിക്കാൻ. പുഴയിൽ ഒഴുകിപ്പോകുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന് വാദിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് പറയാൻ, കേട്ട ശബ്ദം മനുഷ്യന്റേതുപോലെ തോന്നാത്തത് കാരണം അയാളത് ജിന്നായിരിക്കുമെന്ന് വിചാരിച്ചു. എനിക്ക് വിസർജ്യം കഴുകുവാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഈ വിചാരം എപ്പോഴാണ് മുജാഹിദുകൾക്ക് ഉണ്ടായത്? രാത്രിയുടെ ഇരുളിൽ നടക്കുമ്പോ ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നിന്റെ ശബ്ദമാണ് എന്ന് ഒരു മുജാഹിദ് പ്രവർത്തകൻ വിചാരിക്കില്ല. കാരണം എന്താ? അങ്ങനെ വിചാരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ ഒരു 80 വയസ്സിന് താഴോട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, ഒരു 75 വയസ്സ് 80 വയസ്സൊക്കെ ഉള്ള ആളുകളെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ
നിങ്ങളൊരു 15 വയസ്സ് മുതൽ എടുത്തോളൂ, ഒരു 20 വയസ്സ് മുതൽ എടുത്തോളൂ, ഒരു 50 കൊല്ലത്തെ ജീവിത പാരമ്പര്യം, ജീവിത പരിചയം ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരൊച്ച കേട്ടിട്ട് അത് ജിന്നിന്റെ ഒച്ചയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വിചാരിക്കാൻ തുടങ്ങിയത് ഈ ജിന്നുവാദം തലയിൽ കയറിയവരാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? KNM-കാരുടെ ഭാഷയിൽ ഈ ചോദ്യം ശിർക്കാണ്, കാരണം അള്ളാഹുവിനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഉനൈസ് ഉൾപ്പെടെയുള്ള KNM-കാർ പറയുന്നത്. ഇവിടെ പ്രധാനമായും 2 അടിസ്ഥാന വിഷയങ്ങളാണുള്ളത്. ശബ്ദത്തിന്റെ ഉടമയോടാണ് ചോദിച്ചത്. അള്ളാഹു ഇങ്ങനെ ശബ്ദമുണ്ടാക്കി നടക്കുകയാണ് എന്നാണ് KNM-കാരുടെ ജിന്നിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാണ് എന്നുള്ള വാദത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആണോ? നമ്മൾ ഇതുവരെ അള്ളാഹിനോട് ചോദിച്ചതൊക്കെ അള്ളാഹിന്റെ ശബ്ദം കേട്ടിട്ടാ? ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് അത് അള്ളയാന്ന് വിചാരിച്ചിട്ടാ? അങ്ങനെയാണോ ചോദിച്ചത്? അള്ളാഹിനോട് ചോദിക്കുന്നതിന് ശബ്ദം കേൾക്കണം, ജിന്നിനോട് ചോദിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹിനോട് ചോദിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ് എന്നാരാ ഇത് പറഞ്ഞത്? രണ്ടാമത്തെ അടിസ്ഥാന പ്രശ്നം, സൃഷ്ടികളോട് വിസർജ്യം കഴുകുവാൻ വെള്ളം ചോദിക്കുന്നത് പോലെ തന്നെയാണ് റബ്ബിനോടും ചോദിക്കേണ്ടത് എന്നാണ് അത് ശിർക്കാണ് എന്ന് പറയുക വഴി സംഭവിക്കുക. രണ്ടായാലും ആ വാദം വഴി KNM-കാർ കുഫറിലായി പോയിരിക്കുന്നു എന്നാണ്. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ കുഫറാണത്രേ. കാരണം കഴിവിൽപ്പെട്ടതാണ് ചോദിക്കുന്നത്, ഉണ്ട് എന്നുള്ള വിചാരിക്കുന്ന ജിന്നിനോടാണ് ചോദിക്കുന്നത്. ഞാൻ 1-2 പണ്ഡിതാഭിപ്രായം ഈ പച്ചക്കുഫർ KNM-ന്റെ മേൽ ചുമത്തിയാൽ തീരില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം. ഉറക്കിന് മുമ്പ് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എന്താണ്? യാ മലായികത്തുൽ ഹഫൽ ഐഖിലൂനി ഫി സഅതി കദാ ഔ ഇൻദ വഖ്തി കദാ. മലക്കുകളോട് ഞങ്ങൾ ഇത്ര മണിക്ക് എഴുന്നേൽപ്പിക്കണേ എന്ന് പറയുന്ന ഒരു രീതി. അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളോട് ഞങ്ങളെ ഇത്ര മണിക്ക് ഉണർത്തണേ എന്ന് സുബഹിക്ക് വിളിക്കണേ എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ഹാദാ ലാ യജൂസ്, ഇത് അനുവദനീയമല്ല. ജിന്നുവാദികൾ പറയും പോലെ അനുവദനീയമല്ല, ഹറാമാണ് എന്നാണോ? അല്ല, ബൽ ഹുവ മിനശ്ശിർക്കിൽ അക്ബരി. ആ ജിന്നിനോ ആ മലക്കിനോടുള്ള ചോദ്യം, വിളിക്കണേ എന്ന് പറയുന്ന ചോദ്യം, അത് വലിയ ശിർക്കിൽപ്പെട്ടതാണ്. ലിഅന്നഹു ദുആഉൻ ലിഗൈരില്ലാഹി വത്വലബുൻ മിനൽ ഗായിബി. അത് അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. അദൃശ്യരോടുള്ള, മനുഷ്യന് കാണാൻ കഴിയാത്ത ശക്തികളോടുള്ള തേട്ടമാണ്. ഫഹുവ, ആ തേട്ടം, മലക്കിനോട് നടത്തിയ തേട്ടം, കത്വലബി മിനൽ ജിന്നി, ജിന്നിനോടുള്ള തേട്ടം പോലെയാണ്. വല്ലസ്നാമി, ബിംബത്തോടുള്ള തേട്ടം പോലെയാണ്. വല്ലംവാത്തി, മരിച്ചവരോടുള്ള തേട്ടം പോലെയാണ്. അപ്പം മരിച്ചവരോട് ഇപ്പം മടവൂരെ എന്നെ സുബഹിക്ക് വിളിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ അതുപോലെ ഒരു വിഗ്രഹം റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വിഗ്രഹത്തോട് എന്നെ സുബഹിക്ക് വിളിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ അതുപോലെ ജിന്നിനെ വിളിച്ചാലും ജിന്നിനോട് ഇത് പറഞ്ഞാലും ശിർക്ക്, മലക്കിനോട് ഇത് പറഞ്ഞാലും ശിർക്ക്. കാരണം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. അതേപോലെ തന്നെ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് എന്ന് തുടങ്ങിയ ആയത്തുകൾ അദ്ദേഹം അവിടെ തെളിവ് ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് അല്ലാഹു ഫസമ്മല്ലാഹു സുബ്ഹാനഹു ദുആ ഗൈരിഹി മിനൽ അംവാതി വൽ അസ്നാമി വൽ ജിന്നി വൽ മലായിക ശിർകം ബിഹി സുബ്ഹാന. അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി എന്ന സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് അദ്ദേഹം തെളിവ് ധരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത് വമിൻ ഹാദ ശിർക്കി, ഈ ശിർക്കിൽപ്പെട്ടതാണ് ഖൗലു ബഅലിന്നാസ്, ചില ആളുകളുടെ അഭിപ്രായം, യാ ജിന്ന ഖുദൂഹു, യാ ജിന്ന ഖുദൂഹു, ജിന്നെ അതാ ഓനെ പിടിക്ക്, സബഅ ഖുദൂഹു, ആ ജിന്നുകളുടെ സപ്തങ്ങളെ അവരെ പിടിക്കൂ, ഔ യാ ജിന്നൽ ലഹീറ ഖുദൂഹു, അല്ലെങ്കിൽ ഉച്ചയിൽ ഉണ്ടാകുന്ന ജിന്നെ അവരെ പിടിക്കൂ, ഇനി അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ ജിന്നെ പിടിക്കൂ, ആ നാട്ടിലെ ജിന്നെ പിടിക്കൂ എന്നൊക്കെ പറയുന്നത് ഫഹാദ കുല്ലുഹു ശിർക്കുൻ അക്ബർ.